അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്ന നാടാണ്. ഏത് കാര്യത്തിനും രണ്ട് പക്ഷമുണ്ട്. ഒരിക്കലും ഒരു പാതി കേട്ടുകൊണ്ട് നമ്മൾ ഒന്നിൻ്റെയും മറുപടി പറയാൻ പാടില്ല. മറുപാതിയുടെ കേൾക്കണം, ഇല്ലേ? പക്ഷെ ഇവിടെ പാതികൾ മതി. പാതികൾ കൊണ്ട് തന്നെ തീരുമാനം എടുക്കുന്ന നാടാണ്. ഞാൻ ഈ ചാനലിൽ പറയണ്ട എന്ന് വിചാരിച്ചതാണ്. ഒരു വളരെ സത്യസന്ധനായി ജീവിക്കുന്ന സദാചാരബോധമുള്ള ഒരു ഹാർമോണിയം വായിക്കുന്ന മുതലാളിയുടെ ചാനലിൽ സ്ഥിരം വരുന്ന ഒരു സുഹൃത്ത്, സിനിമാ സുഹൃത്തിനെ പീഡന കേസിലിപ്പോൾ ഒരു പെൺകുട്ടി കൊണ്ടൊന്ന് പരാതി കൊടുത്ത് പ്രശ്നമായല്ലോ. വാർത്താ പ്രാധാന്യമൊക്കെ ഉണ്ടാക്കി, വലിയ കോലാഹലങ്ങളുണ്ടാക്കി. അപ്പോൾ ദിലീപിനെതിരെ എന്നേ അവസാനിക്കേണ്ട കേസിനെ വീണ്ടും നീട്ടി കൊണ്ടുപോകാൻ ഈ പറഞ്ഞ സദാചാരവാദിയുടെ വെളിപ്പെടുത്തലുകളാണല്ലോ ഗുണം ചെയ്തത്. അപ്പോൾ അയാൾക്കെതിരെ ഒരു പെൺകുട്ടി ഒരു പീഡന കേസ് പരാതി കൊടുക്കുന്നു. ആ പരാതി വലിയ വാർത്തയുണ്ടാക്കി. ആ കുട്ടി പീഡിപ്പിക്കപ്പെട്ട വീടേന്ന് കാണിച്ചു കൊടുക്കുന്നു. കേസ് ഒരുപാട് മുന്നോട്ട് പോയി. അപ്പോൾ ആ പെൺകുട്ടി വീട് കാണിച്ചു കൊടുക്കുന്നതും ആ കുട്ടി കോടതിയിൽ കേസ് ഫയൽ ചെയ്തതിൻ്റെയൊക്കെ ക്ലിപ്പിങ്സ് എനിക്ക് കാണാനിടയായി. എനിക്ക് കാണാൻ കിട്ടി. എൻ്റെ വർക്കുകളെല്ലാം നടക്കുന്ന ഭാരത് ലൈവിലെ ജസ്റ്റിൻ എനിക്ക് ആ വിഷ്വൽ കാണിച്ചു തന്നപ്പോൾ ഇത്രയും സദാചാരം പറയുന്ന തിരുവനന്തപുരത്തുകാരൻ ഇങ്ങനെ ഒരു പാവം, ഒരു ജോലി തേടി നടക്കുന്ന ഒരു പാവം പെൺകുട്ടിയെ, വീട്ടു ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു പാവം പെൺകുട്ടിയെ, അനാഥയെന്ന് തന്നെ പറയാവുന്ന, ഭർത്താവില്ല, കുട്ടികളില്ല, വീട്ടുകാരില്ല, ആരുമില്ലാത്തൊരു അനാഥയായി നടക്കുന്നൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്കൊരു പ്രയാസം തോന്നി. ഞാൻ അതിനെക്കുറിച്ച് നമ്മുടെ ഈ ചാനലിൽ ഒരു പ്രോഗ്രാം ചെയ്തു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ പുറകിലേക്ക് ശാന്തിയുള്ള ദിനേശ് എന്ന് അടിച്ചു നോക്കൂ, കാണാം. ഈ പരാതി വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരുവനന്തപുരത്തെ ഹൈടെക് സെല്ലിൽ നിന്ന് എനിക്കൊരു ഫോൺ വിളി. ഹൈടെക് സെല്ലിൻ്റെ തലവനായ DYSP ബിജുമോനെ ഞാൻ കാണണം മറ്റന്നാൾ 11 മണിക്ക്. ഞാൻ വരാം. അപ്പോൾ ഈ കാണണമെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പ്രൊസീജിയറുണ്ട്. നമുക്ക് പേപ്പർ തരണം, എന്താണ് വിഷയമെന്ന് പറഞ്ഞാൽ അതൊന്നും പറഞ്ഞില്ല, വരണം എന്ന് മാത്രമേ പറഞ്ഞു. ഞാൻ ചെന്നു ഒരുപാട് നേരം കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന പോലീസുകാർ പറയുന്നുണ്ട്, സാർ വരും കേട്ടോ, സാർ വരും. അപ്പോൾ ഈ പോലീസുകാർക്ക് എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. കുറേ കഴിയുമ്പോൾ ഒരു കൊടിവെച്ച കാർ വന്ന് നിൽക്കുന്നു. അതിൽ നിന്ന് ഇദ്ദേഹം ഇറങ്ങി പോകുന്നു. എന്നെ കണ്ടു, പക്ഷേ പരിചയമൊന്നും കാണിച്ചില്ല, അകത്തേക്ക് പോയി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ദിനേശാണ്. അത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. കുറേ നേരം വീണ്ടും ഇരിക്കുമ്പോൾ ഒരു കാർ വന്ന് നിൽക്കുന്നു. അതിൽ നിന്ന് വലിയ TV മോണിറ്റർ ഇറക്കുന്നു, ക്യാമറ ഇറക്കുന്നു, ഒരു ബഹളം തന്നെ അവിടെ. ഞാനതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരൻ വന്നു വിളിക്കുന്നു എന്ന് പറഞ്ഞു, എന്നെ വിളിച്ചുകൊണ്ട് പോയി. ഞാൻ ഈ ബിജുമോൻ എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ റൂമിലേക്ക് കയറുമ്പോൾ എനിക്ക് അതിശയം തോന്നി. കാരണം ഒരു 4-5 ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ കസേരയിട്ടിങ്ങനെ ഇരിപ്പുണ്ട്. ഇദ്ദേഹം കറങ്ങുന്ന കസേരയിൽ ഇരിപ്പുണ്ട്. വലിയ മേശ, ആ റൂമിൻ്റെ 2 സൈഡിൽ 2 ക്യാമറയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുകയാണ്. വലിയ TV മോണിറ്റർ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെന്നു ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നു. കാര്യങ്ങളൊക്കെ ആദ്യം പ്രാഥമികമായി ചോദിക്കാനുള്ള, എവിടെയാണ് വീട്, കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ആദ്യം ഈ മോണിറ്റർ ഒന്ന് കാണാം. ഞാൻ പറഞ്ഞു, ആ TVയിലേക്ക് ഇടുമ്പോൾ ഞാനിരുന്ന് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തെക്കുറിച്ചും ഇവനൊക്കെയാണ് ദിലീപിനെതിരെ കോടതിയിലും ചാനലുകളിലും വന്നിരുന്ന് വാചം അടിക്കുന്നതൊക്കെ പറഞ്ഞ് ഞാൻ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് എന്നെ ചിരി വന്നു. ഞാനത് നോക്കി ചിരിച്ചുകൊണ്ടിരുന്നു. ഒരു ഘട്ടമെത്തിയോ DSP കൈ കാണിച്ചു, നിർത്തി. പറയൂ, ഈ വാർത്തകൾ താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടി? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഭാരത് ലൈവ് എന്ന് പറഞ്ഞ ഒരു ചാനലിലെ സ്റ്റുഡിയോയിലാണ് എൻ്റെ ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ്റെയൊക്കെ വർക്ക് കിടക്കുന്നത്. അതിൻ്റെ ഉടമസ്ഥനായ എൻ്റെ സുഹൃത്ത് ജസ്റ്റിൻ എനിക്ക് കാണിച്ചെന്ന വിഷ്വലാണ്. ജസ്റ്റിൻ ഈ വിഷ്വൽ എവിടെ നിന്ന് കിട്ടി? അതെനിക്കറിയില്ല, അത് അയാൾക്കല്ലേ അറിയാവൂ. അല്ല, പുള്ളിയെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്, എങ്കിലും താങ്കളോട് ചോദിച്ചതാണ്. ഞാൻ എനിക്കറിയില്ല. അവിടെ ഒരുപാട് വിഷ്വലുകൾ വരാറുണ്ടല്ലോ, വാർത്താ ചാനലല്ലേ, ദിവസം ഏതാണ്ട് 90-100 സ്റ്റോറി പോകുന്ന ചാനലാണ്. അവർക്ക് 4-5 ചാനലുണ്ടല്ലോ. അതിലെല്ലാം കൂടി ചേർത്ത് 4 റിപ്പോർട്ടേഴ്സ് തന്നെ ഒരു 20 എണ്ണം വെച്ച് ചെയ്താലും 80 എണ്ണമായി. 100ഓളം പ്രോഗ്രാം പോകുന്ന ചാനലാണ്. അപ്പോൾ അവിടെ ഒരുപാട് വിഷ്വൽ വന്ന് മറിയാറുണ്ട്. അത് എവിടെ നിന്ന് ഞാൻ ചോദിക്കാറില്ല, സോഴ്സ് ചോദിക്കാറില്ല. ഓക്കെ
ഈ പെൺകുട്ടിയുമായിട്ട് താങ്കൾ എത്ര കാലം സംസാരിച്ചിട്ടുണ്ട്, എത്ര തവണ? ഞാൻ പറഞ്ഞു, ഞാൻ ഒരു തവണയും സംസാരിച്ചിട്ടില്ല, എനിക്ക് ആ കുട്ടിയെ അറിയില്ല. നേരിട്ട് കണ്ടിട്ടില്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല. ഒരു തവണയും? ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഫോണിൽ എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്? ഞാൻ പറഞ്ഞു, ഒരു തവണ പോലും വിളിച്ചിട്ടില്ല. അത് ശരി. അപ്പോൾ ആ ചോദ്യം ചെയ്യലുണ്ട്. നമുക്ക് ഈ പോലീസുമായിട്ട് ചങ്ങാത്തമില്ലല്ലോ. ഇവിടെ ഇപ്പോൾ ഈ ഹാർമോണിയം വായിക്കുന്ന ആളിനും അയാളുടെ ആ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കെന്ന് പറഞ്ഞാൽ എല്ലാവരും പോലീസുകാരുടെ അളിയന്മാരാണ്. അവരെല്ലാ ദിവസവും ആലുവ പോലീസ് ക്ലബ്ബിലോ എവിടെയെങ്കിലുമൊക്കെ കയറി ഇറങ്ങുന്നവരായതുകൊണ്ട് അവർക്ക് പോലീസിൻ്റെ എല്ലാ കളികളും അറിയാം. എനിക്കത് അറിയില്ലല്ലോ. നമ്മുടെ ഈ തിരുവനന്തപുരത്തുള്ള ഒരു തരണി മണ്ണി കൊടുക്കുന്ന കേസോ അങ്ങനെയുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ അവർ പറഞ്ഞ് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്ന കേസിലോ ഒക്കെ സൈബർ സെല്ല് വിളിക്കുമ്പോൾ ചെല്ലുമെന്നുള്ളതല്ലാതെ എനിക്ക് പോലീസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മൾ ഈ ചാനൽ തുടങ്ങുന്നതുവരെ ഒരു പെറ്റി കേസിന് പോലും ഞാൻ വാദിയായിട്ടോ പ്രതിയായിട്ടോ പോയിട്ടില്ലല്ലോ. അങ്ങനെ അവർ കുറേ ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും തിരിച്ചുമൊക്കെ ചോദിച്ചു. ഇതിനിടയിൽ മിനറൽ വാട്ടർ കൊണ്ടുവരാൻ ഡ്രൈവറെ വിളിച്ച് പറയുന്നു. ഡ്രൈവർ ഒരു കുപ്പി വെള്ളം കൊണ്ടുവരുന്നു. 2 ഗ്ലാസും വേണമെന്ന് ഇദ്ദേഹം തന്നെ പറഞ്ഞു. 2 ഗ്ലാസ്സിലും വെള്ളം ഒഴിച്ചു. അദ്ദേഹം ഒരു ഗ്ലാസ് കുടിച്ചു, ഒരു ഗ്ലാസ് എനിക്ക് തന്നു. വളരെ സന്തോഷമായിട്ട് ചർച്ചയ്ക്കിടയിൽ ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചാൽ, തൃശ്ശൂരൊരു പത്താൻസ് എന്ന് പറഞ്ഞ ഹോട്ടലിലിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ എതിർവശത്തിരുന്ന ഒരു സംഗീത സംവിധായകനുമായി ആ കുട്ടി പരിചയപ്പെട്ടു എന്ന് പറഞ്ഞതാണ് എനിക്ക് പറ്റിയൊരു തെറ്റ്. സംഗീത സംവിധായകനല്ല, പാട്ടെഴുത്തുകാരനായിരുന്നു. അത് ഈ പോലീസിനെ കണ്ടപ്പോൾ ഒരു സഭാകമ്പത്തിൽ പറ്റിയതാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞു. എൻ്റെ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ കൂടുതൽ വിവരങ്ങൾ താങ്കളിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഞങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളാണ് താങ്കൾ പറയുന്നത്, അതിനപ്പുറമൊന്നും ഇല്ല അല്ലേ? ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്കറിയാവുന്നതല്ലേ പറയാൻ പറ്റും. ശരി എന്ന് പറഞ്ഞു. സന്തോഷമായിട്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കും, വരണം. ഞാൻ പറഞ്ഞു, പിന്നെന്ത് വരണം. സന്തോഷമായിട്ട് പിരിഞ്ഞു. മാസങ്ങൾ കഴിയുമ്പോൾ വൈക്കം CI ആയ ഒരു കൃഷ്ണൻ പോറ്റി അദ്ദേഹം കോടതിയിൽ ഇതിൻ്റെ കേസിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ പറയുന്നത് സൈബർ സെൽ മേധാവി, ഹൈടെക് സെൽ മേധാവിയായ ബിജുമോൻ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് ദിലീപിൻ്റെ കാശുകൊണ്ട് ദിലീപിൻ്റെ PA ആയ വ്യാസൻ എടവനക്കാട് ദിലീപിൻ്റെ PA അല്ല, അദ്ദേഹം ഒരു സംവിധായകനാണ്. ഒരുപാട് സിനിമകൾക്ക് കഥ എഴുതി തിരക്കഥ എഴുതിയ ഒരാളാണ്. ചെമ്മീൻ എന്ന് പറഞ്ഞ സിനിമയുടെ 2ാം ഭാഗം സുരേഷ് ഗോപിയും മഞ്ജു വാര്യരും വെച്ചെടുത്ത സംവിധായകനാണ്. അദ്ദേഹത്തെ പറയുന്നത്, കോടതിയിൽ കൊടുത്തിരിക്കുന്ന മൊഴി പറയുന്ന അദ്ദേഹം PA ആണ്, സ്റ്റാഫാണ്. അപ്പോൾ വ്യാസൻ എടവനക്കാട്, ഭാരത് ലൈവിലുള്ള അതിൻ്റെ ഉടമസ്ഥൻ ജസ്റ്റിൻ, അവിടുത്തെ സീനിയർ റിപ്പോർട്ടറായ സുരേഷ് മാർക്കോപ്പോള, അവിടുത്തെ എഡിറ്ററായ ഷീല പിള്ള, ശാന്തിവിള ദിനേശ്, ഇവരെല്ലാവരും കൂടി ചേർന്ന് ദിലീപിനെതിരെ സാക്ഷി പറയുന്ന, അല്ലെങ്കിൽ ദിലീപിൻ്റെ പോലീസുകാരെ കൊല്ലും എന്ന് കേട്ടു എന്ന് പറയുന്ന ഈ തിരുവനന്തപുരത്തുള്ള സത്യാന്വേഷിയായ സദാചാരവാദിയായ ചെറുപ്പക്കാരനെ കള്ളക്കേസിൽ കൊടുക്കാനായി ഒരു പെൺകുട്ടിയെ വിലക്കെടുത്തിട്ട് അവൾക്ക് ദിലീപ് കൊടുത്ത ലക്ഷങ്ങൾ കൊടുത്ത് അവളെ കൊണ്ട് കള്ള കേസുണ്ടാക്കിയതാണ്. അല്ലാതെ ഈ സത്യവാനായ ഈ സിനിമാക്കാരൻ ആ പെൺകുട്ടിയെ കണ്ടിട്ടുമില്ല, ആ കുട്ടിയുടെ ദേഹത്ത് തൊട്ടിട്ടുമില്ല, ആ കുട്ടി ആരെന്ന് പോലും അറിയാത്തൊരു പാവം മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ദിനേശ് അടക്കമുള്ളവരുടെ പേരിൽ, ദിനേശ്, ജസ്റ്റിൻ, വ്യാസൻ എടവനക്കാട്, സുരേഷ് മാർക്കോപ്പോളോ, ഷീല പിള്ള തുടങ്ങിയവരെ, ദിലീപ് ഉണ്ടെന്ന് തോന്നുന്നു, ഇവരെ പേരിൽ കേസെടുക്കണം. ഒപ്പം ഈ പെൺകുട്ടി ഈ കേസ് കൊടുത്ത് വാർത്താ പ്രാധാന്യം ഉണ്ടാക്കിയ ശേഷം മുങ്ങിക്കളഞ്ഞു. അവളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവളെ അറസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ കൂടുതൽ സത്യാവസ്ഥ പുറത്തു വരൂ. ഇതാണ് കോടതി കൊടുത്ത പേപ്പർ. ഇത് കൊടുത്ത് തീരുന്നതിന് മുമ്പേ ഹാർമോണിയം വായിക്കുന്നവൻ തുടങ്ങി. രാവിലെ ശാന്തിവിള ദിനേശ്, ദിലീപ്, വ്യാസൻ എടവനക്കാട്, ജസ്റ്റിൻ മുതലായവരുടെ ഗൂഢാലോചന പുറത്തു വന്നിരിക്കുന്നു. സത്യസന്ധനായ നമ്മുടെ ചാനലിൽ ദിവസവും വന്ന് എൻ്റെ അന്നദാതാവായ ആ ചെറുപ്പക്കാരനെ ഇല്ലാത്ത കേസുണ്ടാക്കി ഒരു പെൺകുട്ടിക്ക് പൈസ കൊടുത്ത ഒരു സ്ത്രീയെ വിലയ്ക്ക് വാങ്ങി അവളെ കൊണ്ട് കള്ളപ്പീഡന പരാതി കൊടുത്ത കേസ് കൃഷ്ണൻ പോറ്റി കോടതിയിൽ സമർപ്പിച്ചു. ഇവരെ പേരിൽ നടപടി ഉണ്ടാകും. ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അന്വേഷണം തുടരുന്നു. വലിയ വാർത്ത. എൻ്റെ ഫോൺ ഇരിക്കപ്പുറതിയില്ലാതായിപ്പോയി. വിളിയോട് വിളി ആളുകൾ. ഞാൻ എന്ത് പറയാൻ? വൈകുന്നേരം അന്തി ചർച്ച ചെയ്ത് തന്നെ ഈ സദാചാരവാദി, പിന്നെ എറണാകുളത്ത് എല്ലാത്തിനും ഇറങ്ങുന്ന, എല്ലാവരും തെറി വിളിക്കുന്ന ഒരുത്തുണ്ടല്ലോ, അവനടക്കമുള്ള എല്ലാവരും ഇരുന്ന് ചർച്ചയോട് ചർച്ച. എന്നാലും ഇങ്ങനെ ദിലീപ് ഇതെന്താണ് ദിവസവും കാണിച്ചു കൂട്ടുന്നത്? വീണ്ടും 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 ദിലീപ് അബദ്ധങ്ങൾ കാണിക്കുകയല്ലേ? എന്തിനാണ്? അയാളുടെ കൂടെ എത്രയോ വർഷം അയാളുടെ ഉച്ചിഷ്ടവും ഭക്ഷണവും ഒക്കെ കഴിച്ച് നടന്ന ഒരുത്തനെ
പീഡന കേസിലെ പ്രതിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചർച്ച. പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇവിടുത്തെ പത്രം മുത്തശ്ശിമാരിലെല്ലാം വെണ്ടയ്ക്ക വലുപ്പത്തിൽ ശാന്തിയുള്ള ദിനേശ് അടക്കമുള്ളവരുടെ പേര് വെച്ച് ഇവരെ കേസെടുക്കാൻ തീരുമാനിച്ചു. കോടതിയിൽ പോലീസ് റിപ്പോർട്ട് കൊടുത്തു. മറ്റേ കൃഷ്ണൻ പോറ്റി. എന്ത് പറയാൻ പറ്റും? ഞാനാകെ വിഷണ്ണനായി. ഞാൻ ജസ്റ്റിനെ വിളിച്ചു കേട്ടു. അപ്പോൾ ജസ്റ്റിൻ ചിരിക്കുന്നു. ജസ്റ്റിൻ പറയുന്നത്, എന്ത് ചെയ്യാൻ ചേട്ടാ, ഈ നാടിങ്ങനെയാണ്. ആ പെൺകുട്ടിയെ നമ്മളെല്ലാം കൂടി കാശ് കൊടുത്ത് കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്ത് കോടതിയിൽ കള്ളക്കേസ് കൊടുത്തെന്നാണ് പറയുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നോക്കാം. അപ്പം ജസ്റ്റിൻ ഒന്നിലും കുലുങ്ങില്ല. ഭരണത്ത് വെച്ച് കാണാം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അയാളിപ്പോൾ. കേന്ദ്ര ഒരു സംഘടനയിൽ പത്രപ്രവർത്തകരുടെ യൂണിയൻ്റെ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയോ ചെയർമാനോ എന്തൊക്കെയാണ്. അതുകൊണ്ട് അയാൾക്ക് നല്ല ചങ്കൂറ്റമുണ്ട്. കാരണം പോലീസ് കേരളത്തിൽ മാത്രമല്ലല്ലോ. പിറ്റേ ദിവസം എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്ത വരുന്നു. ഒളിവിൽ പോയ ആ പെൺകുട്ടി കോടതിയിൽ ഇന്നലെ പോലീസുകാർ റിപ്പോർട്ട് കൊടുത്ത കോടതിയിൽ ഹാജരായിട്ട് ആ പെൺകുട്ടി പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, ഞാനെങ്ങും ഒളിവിൽ പോയിട്ടില്ല. എന്നെ കൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഈ CI നിരന്തരമായി ഫോണിൽ എന്നെ ശല്യപ്പെടുത്തും. അതുകൊണ്ടാണ് ഞാൻ ആ ഫോൺ എടുക്കാത്തത്. അദ്ദേഹം പറയുന്നത്, ആലുവ പോലീസ് ക്ലബ്ബിൽ വരണം, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുന്നു. പറയാനുള്ള വേറൊന്നുമല്ല, ദിലീപാണ് കാശ് എന്നൊന്ന് പറയണോ, അത്രയേ ഉള്ളൂ. നിന്നെ ഞങ്ങൾ ഫ്രീ ആക്കാമെന്ന് പറയാനായിരിക്കും. പക്ഷേ ആ കുട്ടി, ആ സ്ത്രീ, ആ കുട്ടി എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ നാളെ ഇത് കാണുന്ന ഈ എറണാകുളത്തും തിരുവനന്തപുരത്തും ഉള്ളവന്മാർ, ചാനൽ നടത്തുന്നവരുണ്ടല്ലോ, അവന്മാരോട് പറയും, 55 വയസ്സായവളാണോ സ്ത്രീ, അവൾ കിളവിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അവൾക്ക് എത്ര വയസ്സുണ്ടെന്നൊന്നും എനിക്കറിയില്ല, കാരണം ഞാൻ നേരിൽ കണ്ടിട്ടില്ല. എന്തായാലും അവൾ കോടതിയിൽ ആ സ്ത്രീ നന്നായിട്ട് കാര്യം പറഞ്ഞു. എന്നെ പീഡിപ്പിച്ചു സാർ. ഒരു ജോലി തേടി നടക്കുന്നതിനിടയിൽ ഞാൻ പരിചയപ്പെട്ട ഒരു ഗാനരചയിതാവ് എറണാകുളത്ത് ഒരു അഡ്രസ്സ് തന്നിട്ട് അവിടെ ഇങ്ങനെ ഒരു സംവിധായകനുണ്ട്, അയാളെ കാണും, അയാൾ ജോലി വാങ്ങി തരും എന്ന് പറയുകയും ഞാൻ ചെന്ന് കാണുകയും ചെയ്തപ്പോൾ എന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും അത് ചിത്രീകരിക്കുകയും ചെയ്തു സാർ.